ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് എനിക്കിഷ്ടമുള്ളൊരു സാധനമാണേ കപ്പയും എല്ലും വെച്ചിട്ട് കപ്പ ബിരിയാണി. എല്ലോട് കൂടിയ കുറച്ച് ബീഫ് എടുത്തിട്ടുണ്ടേ. 1 കിലോ അടുത്തുണ്ട്, 1 കിലോ തികച്ചില്ല, 1 കിലോ അടുത്തൊരു 700 ഗ്രാം. പിന്നെ ചെറിയ 2 കഷ്ണം കപ്പ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കപ്പപ്പുഴുക്ക് ഉണ്ടാക്കിയതിൻ്റെ ബാലൻസ് ഇരുന്നതാണേ. അപ്പോൾ കപ്പപ്പുഴുക്ക് കഴിച്ചപ്പോൾ ഒരു കൊതി, ആ ഒരു കപ്പ ബിരിയാണി കൂടെ കഴിച്ചാലോ എന്ന്. അങ്ങനെ കൊതിയുടെ പുറത്ത് വീണ്ടും ഉണ്ടാക്കി നോക്കുകയാണ്. കപ്പയെല്ലാം നല്ലപോലെ വൃത്തിയാക്കിയതിന് ശേഷം കഴുകാനായി വെള്ളത്തിലേക്ക് ഇട്ടു. കൊത്തി നുറുക്കി എടുക്കണല്ലോ. അപ്പോൾ ഇതെല്ലാം നന്നായി കഴുകി വാരിയതിന് ശേഷം നമ്മൾ എല്ലോട് കൂടി ബീഫും കഴുകി വാരി എടുത്തു. 2 ചെറിയ സബോള, കുറച്ച് 3-4 വെളുത്തുള്ളി, ഞാൻ കൂടുതലായിട്ട് ഇഞ്ചി ചേർക്കുകയും ഇഞ്ചി ഇതെല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തു. ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടുതലായിട്ട് ചേർക്കുന്നത് നല്ലതാണ്. ഇറച്ചിക്കറി ഞാൻ കൂടാൻ എപ്പോഴും ഇഞ്ചിയാണ് കൂടുതൽ ചേർക്കുക. മീൻകറിക്ക് ഞാൻ വെളുത്തുള്ളിയും കൂടുതലായിട്ട് ചേർക്കും. ഇത്ര ഐറ്റംസ് ആണ് കേട്ടോ ഇതിന് വേണ്ടത്. ഇനി ഇതിന് പൊടികളായിട്ട് ഞാൻ ചേർക്കുന്നത് മീറ്റ് മസാല 2 സ്പൂൺ ഉണ്ട്, 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ ആയിട്ട് കുരുമുളക് പൊടി, 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ കാശ്മീരി ചില്ലി. എരിവ് നമുക്ക് കൂടുതലും കുറവും ആയിട്ട് ചേർക്കാം കേട്ടോ. എൻ്റെ കുരുമുളകിന് നല്ല സ്പൈസിയാണ്, പിന്നെ അതുപോലെ തന്നെ എൻ്റെ മുളക് പൊടി നല്ല എരിവുള്ളതാണ്. അപ്പോൾ ഞാൻ അതാണ് 1 സ്പൂൺ മുളക് പൊടി എടുത്തത്. അതിനുശേഷം എണ്ണ ഒഴിച്ചു, ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഇട്ടു. ഇതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുകയാണേ. നമുക്ക് വഴണ്ടി കിട്ടണ്ട, ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഞാൻ സബോള എടുത്തിട്ട് കൊടുക്കുകയാണ്. ഇപ്പം ഇഞ്ചി വെളുത്തുള്ളി സബോള ഇത്രയും സാധനങ്ങൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തു. അതിനുശേഷം പൊടികളെല്ലാം മല്ലിപ്പൊടി, മീറ്റ് മസാല, കുരുമുളക് പൊടി, മുളക് പൊടി എല്ലാം ചേർത്ത് കൊടുത്തു കേട്ടോ. ഇതെല്ലാം ചേർത്തതിന് ശേഷം പൊടികളെല്ലാം ഒന്ന് ഇളക്കിയതിന് ശേഷം എല്ലോട് കൂടിയ ബീഫ്. കപ്പ ബിരിയാണിക്ക് എപ്പോഴും എല്ലോട് കൂടിയതാണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാം അത്ര താല്പര്യം ഇല്ലെങ്കിൽ നമുക്ക് എല്ലില്ലാതെ നമുക്ക് ചേർക്കുകയും ചെയ്യും, അത് നിങ്ങളുടെ ചോയ്സ് ആണേ. അതിനുശേഷം കുറച്ച് കരിവേപ്പിലയിട്ട് എല്ലാവരുടെ കൂടെ ഇച്ചിരി മൂപ്പ് കൂടുതലുള്ളതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കേട്ടോ. എന്നിട്ടൊന്ന് കുക്കർ മൂടി വെച്ച് വേവിക്കാൻ വെച്ചു. ഇനി നമുക്ക് കപ്പ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. എൻ്റെ ഒരു ചെറിയ 2 കഷ്ണം കപ്പ ഉണ്ടായിരുന്നേ, അധികം ഇല്ലായിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ കപ്പ പുഴുക്ക് ഉണ്ടാക്കിയതിൻ്റെ ബാലൻസ് ആണേ. അപ്പോൾ അത് ഞാൻ വേകാനായിട്ട് വെച്ചു. കുക്കർ അവിടെ ഇരുന്ന് ബീഫ് ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആവട്ടെ, കുറച്ച് സമയം എടുക്കുമല്ലോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല ബീഫും പല നാട്ടിൽ കിട്ടുന്ന വേവിന് പല വ്യത്യാസമുണ്ട്. കുക്കർ അനുസരിച്ചും വേവിന് മാറ്റം വരാം. അപ്പം നമ്മളുടെ വേവ് നമ്മൾ നോക്കണം. ഒരു 4-5 വിസിൽ വന്നതിന് ശേഷം നമ്മൾ വിസിലൊന്നും എല്ലാം പോയതിന് ശേഷം തുറന്ന് നോക്കണം വെന്തിട്ടുണ്ടോ ഇല്ലയോ എന്ന്. അതിനുശേഷം നമ്മൾ വീണ്ടും വെന്തിട്ടില്ലെങ്കിൽ വേവിച്ചെടുക്കണം കേട്ടോ. കാരണം ചില ബീഫിന് ഇച്ചിരി വേവ് കൂടുതലായിരിക്കുമല്ലോ. അപ്പോൾ നമ്മുടെ ബീഫിൻ്റെ വിസിലിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, 1, 2, 3 എന്നുള്ള രീതിയിൽ. അതിനിടയ്ക്ക് ഞാൻ കപ്പ വെന്തോന്നും കൂടെ നോക്കി കേട്ടോ. എൻ്റെ കുറച്ച് കപ്പ ഉണ്ടായിരുന്നോളെന്ന് പറഞ്ഞല്ലോ, ഏകദേശം വെന്തിട്ടുണ്ട്. ഞാൻ ഇതുപോലെ ഒരു ഫോർക്കിന് ഞാൻ കുത്തി നോക്കുക ചെയ്യുന്നത്. അപ്പം ഞാൻ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു, കുറച്ച് തേങ്ങ ഇട്ടു. നമുക്ക് ഈ കപ്പ ബിരിയാണിക്ക് നമുക്ക് അരപ്പ് ചേർക്കണ്ടേ, അതിനു വേണ്ടി. അപ്പം ഞാനിങ്ങനെ ചേർത്തു. അപ്പം ഈ ഒരു അവസരത്തിൽ നമുക്ക് ഈ തേങ്ങ വറുത്ത് വരുമ്പോൾ കുറച്ച് കറിവേപ്പിലയും ഒരു ശകലം ഗരം മസാല ഞാൻ ഇവിടെ ചേർത്തിരുന്നു കേട്ടോ. ഇത് ചേർത്ത് പോകാവേ. ഈ സമയത്ത് ഗരം മസാലയ്ക്ക് പകരം മീറ്റ് മസാല ചേർക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല. അപ്പം അത് ചേർത്തു. കപ്പ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. എൻ്റെ കപ്പ ഇച്ചിരി കുഴഞ്ഞിരിക്കുന്ന ടൈപ്പ് കപ്പയായിരുന്നേ. അപ്പോൾ ആ കപ്പ ചേർത്തു. അതുപോലെ തന്നെ ബീഫ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ചേർത്ത് നന്നായിട്ട് ഞാൻ ഇളക്കി. അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങ ഉണ്ടല്ലോ, തേങ്ങയും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. തേങ്ങ വറുത്തതിൻ്റെ പ്രത്യേക ഫ്ലേവറും ആണേ, നല്ല ടേസ്റ്റുമാണ്. അപ്പം നമ്മളത് ചേർത്ത് കൊടുത്തു. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുവാണേ. കപ്പലോടുന്നത്ര വെള്ളമുണ്ട്. കപ്പ ബിരിയാണി ഇഷ്ടമുള്ളവർക്ക് അറിയാം. ഇനി നിങ്ങൾക്ക് ഇത് സ്കിപ്പ് ചെയ്യാണ്ടോ. ചില നാട്ടിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് തേങ്ങ ഇങ്ങനെ വറുത്തിടത്തില്ല, കപ്പയിലും സെപ്പറേറ്റ് വേവിച്ചതിന് ശേഷം മിക്സ് ചെയ്തെടുക്കും. പക്ഷെ നമ്മുടെ അങ്ങോട്ടൊക്കെ കല്യാണങ്ങൾക്കും എല്ലാം ഇങ്ങനെ തേങ്ങ വറുത്തരച്ചിട്ടാണ് കേട്ടോ. നമ്മുടെ നാട്ടില് കപ്പ ബിരിയാണി ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട. എനിക്ക് തോന്നുന്നു കപ്പ ബിരിയാണി ഇഷ്ടമുള്ളവർക്കെല്ലാം അങ്ങനെയാണെന്ന് തോന്നുന്നു അല്ലേ. അപ്പം എന്തായാലും ഞാൻ സെർവിങ് ബൗളിലേക്ക് മാറ്റി ഒരു ഡെക്കറേഷനൊക്കെ ഒന്ന് ചെയ്തു, ഇച്ചിരി അലങ്കാരമൊക്കെ വേണ്ടേ, റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ കഴിഞ്ഞ ഞങ്ങളുടെ വീഡിയോയ്ക്ക് തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും നന്ദി പ്രതീക്ഷിക്കുന്നു. അപ്പോൾ കൂടുതലുള്ള വീഡിയോയ്ക്കായി കാത്തിരിക്കുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ നല്ല വീഡിയോകളുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ.